ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രിയപ്പെട്ടവരെ, ഇനിയുള്ള അല്പനേരം നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ ഇന്ന് ആരംഭിച്ചിട്ടുള്ള നോമ്പിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. നമുക്കറിയാം, ഇത് പല രീതിയിൽ നമുക്കെടുക്കാം. നമ്മുടെ പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ട് നമുക്കിതിനെ കാണാം. നിയമത്തിൻ്റെ ഒരു ചരട് പിടിച്ച് നമുക്കിതിനെ കാണാം. മൂന്നാമത്തൊരു കാഴ്ചപ്പാടുണ്ട്. എനിക്ക് ദൈവത്തോടുള്ള വ്യക്തിപരമായ ബന്ധത്തിൻ്റെ ഭാഗം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. 50 നോമ്പായതുകൊണ്ട് നോമ്പെടുത്തേക്കാം എന്ന് ചിന്തിക്കരുത്. നോമ്പാണല്ലോ, എടുത്തേക്കാം. ഈ നോമ്പാചരണം എന്ന് പറഞ്ഞാൽ അതെൻ്റെ ദൈവത്തോടുള്ള എൻ്റെ ബന്ധത്തെ ഞാൻ പ്രകടിപ്പിക്കുന്ന ഒരു ഭാഗമാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മളറിയാത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ കൊണ്ടു തരുന്നുണ്ടെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ബൈബിൾ ഈ നോമ്പിനെക്കുറിച്ച് നല്ലൊരു കാര്യം പറയാം. ചുമ്മാ ഒരു നോമ്പ് ആരും എടുക്കരുത്, അതുകൊണ്ടൊരു പ്രയോജനവുമില്ല. പക്ഷെ നിങ്ങൾ എടുക്കുമ്പോൾ അതിനൊരു നിയോഗം ഉണ്ടാകണം, ഒരു നിയോഗം. എന്നാൽ ഇറച്ചി മീനും ഒഴിവാക്കാം, കുറച്ച് കൊളസ്ട്രോളൊക്കെ കുറഞ്ഞു കിട്ടും, ആരോഗ്യം ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, 50 ദിവസം കൊണ്ട് ശരീരം ഒന്ന് മെലിയും. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. ഒരാളുണ്ട് പറഞ്ഞു, നോമ്പുള്ളോ നന്നായി, ശരീരം ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞു. ശരീരം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി വേറെ പല വഴികളുമുണ്ട്. ശരീരം മെയിൻറ്റെയിൻ ചെയ്യാനും ആരോഗ്യം മെച്ചപ്പെടുത്താനും അതൊന്നും ആയിരിക്കരുത് മുന്നിൽ. യേശു ഉപവസിച്ച് പ്രാർത്ഥിച്ച ആളാണ്. വെള്ളം പോലും കുടിക്കാതെ ഉപവാസമെടുത്തു. ആ ഒരു ഉപവാസത്തെ നമ്മുടെ പങ്ക് നമ്മൾ അറിയിക്കുകയാണ്, നമ്മുടെ പങ്ക്. ഹല്ലേലൂയ. ബൈബിളിൽ ഒരു നല്ലൊരു ഉപവാസം നടന്ന സംഭവമുണ്ട്. അത് എസ്രായുടെ പുസ്തകത്തിലാണ്. നിങ്ങൾക്ക് തീർച്ചയായും ഇത് പ്രയോജനപ്പെടും. എസ്രായുടെ പുസ്തകം, പഴയ നിയമം 8-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ, ചുമ്മാ ഒരു നോമ്പെടുക്കുമല്ല, എന്നാൽ നോമ്പെടുത്തേക്കാമെന്ന് വിചാരിക്കുമല്ല. നോമ്പെടുത്തത് എന്തിനാന്ന് എഴുതിയിട്ടുള്ളത് ഞാൻ വായിക്കാം. 21-ാമത്തെ വാക്യം: ദൈവസന്നിധിയിൽ ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തുന്നതിനും മക്കളോടും വസ്തുവകകളോടും കൂടെയുള്ള ഞങ്ങളുടെ യാത്ര സുഗമമാകുന്നതിനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിന് അഹാവ നദീതീരത്ത് വച്ച് ഞങ്ങളൊരു ഉപവാസം പ്രഖ്യാപിച്ചു. എന്തിനാ ഉപവാസം എടുത്തതിന്? മക്കൾക്ക് വേണ്ടി, ജീവിതം അനുഗ്രഹമാകാൻ വേണ്ടി, ഞങ്ങളുടെ സാമ്പത്തികം, വസ്തുവകകൾ എല്ലാം സേഫായിട്ടിരിക്കാൻ വേണ്ടി ഒരു ഉപവാസം എടുത്തു. ബൈബിളിൽ എസ്രായുടെ പുസ്തകത്തിൽ എടുത്ത ഒരു ഉപവാസത്തിൻ്റെ പ്രത്യേകതയാണ്. ചുമ്മാതല്ല, കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ശരീരം മെയിൻറ്റെയിൻ ചെയ്യാനും രോഗം കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടി ഒന്നുമല്ല ഈ നോമ്പെടുത്തിട്ടുള്ളത്. ഇതൊരു തലമുറയ്ക്ക് വേണ്ടി, നമ്മളുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും അനുഗ്രഹമാകുന്നതിനു വേണ്ടി ഒരു നോമ്പെടുത്തു. ഇങ്ങനെയും നമുക്ക് നോമ്പെടുക്കാൻ പറ്റും, ഉപവാസം എടുക്കാൻ പറ്റും. എടുത്തു. അങ്ങനെ ഉപവാസം പ്രഖ്യാപിച്ചിട്ട് ഈ ബൈബിളിൽ കാണുന്ന ഈ സമയത്ത് കാണുന്ന ഭാഗത്ത് ഒരു യാത്രയാണ്. ആ യാത്ര ശത്രുക്കൾ ഒരുപാടുള്ള സ്ഥലത്തൂടെയുള്ളൊരു യാത്രയാണ്. ഇവർക്കൊരു പേടിയുണ്ട്. യാത്ര ചെയ്യുമ്പോൾ ഞങ്ങളുടെ മക്കൾക്കും സമ്പത്തും ശത്രുക്കൾ പിടിച്ചുകൊണ്ട് പോയി ഞങ്ങൾ അനാഥമായി പോകുന്ന ഇവർക്ക് പേടിയുണ്ട്. അപ്പോൾ ഇവർക്ക് രാജാവിനോട് ചോദിക്കാൻ ഒരു പേടി. രാജാവിനോട് ഇവർക്ക് ചോദിക്കണമെന്നൊരു ആലോചന ഉണ്ടായിരുന്നു. രാജാവ്, ഞങ്ങളൊരു യാത്ര പോവുകയാണ്, ശത്രുക്കൾ ഒരുപാടുള്ള സ്ഥലത്തൂടെയാണ് ഞങ്ങൾ പോകുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് പട്ടാളക്കാരുടെ സംരക്ഷണം വേണം, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് സമ്പത്തിനും ഒരു സെക്യൂരിറ്റി വേണം, അതുകൊണ്ട് രാജാവ് ഞങ്ങൾക്ക് പട്ടാളക്കാരെ അനുവദിച്ചു തരണം എന്ന് ഈ കൂട്ടർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ ഭാവനയിലുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്, ഇതിനകത്തുണ്ട്. ഞാനത് വായിക്കുകയാണ്. 22-ാമത്തെ വാക്യം: ഈ യാത്രയിൽ ഞങ്ങളെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കുന്നതിന് ഒരു സംഘം പടയാളികളെയും കുതിരപ്പടയെയും രാജാവിനോട് ആവശ്യപ്പെടാൻ എനിക്ക് ലജ്ജയായിരുന്നു. എന്തായിരുന്നു? അവർക്ക് നാണമാണ്. കാരണം ഇവർ പറയുവാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ വലിയ ആൾക്കാരല്ലേ. രാജാവ് ചിലപ്പോൾ പട്ടാളക്കാരെ ചോദിച്ചാൽ ചിലപ്പോൾ പറയും, നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും അല്ലേ, നിങ്ങൾക്ക് എന്തിനാ പട്ടാളക്കാർ?
നിങ്ങൾക്കെന്തിനാ ആയുധങ്ങളുള്ള സേവകന്മാരെന്തിനാ? നിങ്ങളെ ദൈവം കാത്തോളിയേലെന്നും പറഞ്ഞ് കളിയാക്കും. അതുകൊണ്ട് രാജാവിനോട് ഞങ്ങളുടെ യാത്രയിൽ അപകടമുണ്ടാകാതിരിക്കാൻ പട്ടാളക്കാരെ ചോദിക്കാൻ ഞങ്ങൾക്ക് ലജ്ജയായിരുന്നു. അതുകൊണ്ട് ഞങ്ങളൊരു ഉപവാസം അങ്ങ് പ്രഖ്യാപിച്ചു. ഹല്ലേലൂയ. ഇനി ഓർക്കണം, പട്ടാളക്കാരുടെ അകമ്പടി ഒന്നുമില്ലാതൊരു യാത്രയാണ്. ഒറ്റ ബേസേ ഉള്ളൂ, ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഒരു ബലം. നമ്മുടെ ജീവിതവും ഒരു യാത്രയാണ്. വളരെ കുറഞ്ഞ നാളുകളെ നമുക്ക് ഈ ഭൂമിയിലുള്ളൂ, 80 അല്ലെങ്കിൽ 90. അതൊക്കെ പെട്ടെന്ന് നമ്മൾ പോലും അറിയാതെ നമുക്ക് പ്രായമാവും. നമ്മൾ പോലും അത്ഭുതപ്പെട്ടു, ഞാൻ അതിന് മാത്രമൊന്നും ജീവിച്ചില്ലല്ലോ എന്ന് നമുക്ക് തോന്നും. 50 വയസ്സ് എനിക്കോ? 50 വയസ്സ് വരെ ജീവിച്ച ആളുകളൊക്കെ പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോവും. വയസ്സായ ആളുകൾ പറയാണ്, എത്ര പെട്ടെന്നാണ് ഓരോ ദിവസവും പോയത്, ജീവിക്കാൻ പറ്റിയില്ല. നമ്മളൊക്കെ ശരിക്കും പറഞ്ഞാൽ ജീവിക്കാതെ ജീവിക്കുന്നവരാണ്, ടെൻഷൻ കൊണ്ട് ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് നമുക്ക് നല്ലൊരു ജീവിതം ജീവിക്കാൻ പറ്റൂല. നമുക്ക് നമ്മുടെ എല്ലാവരുടെയും ഉറക്കം പോലും ഇല്ലാത്ത ടെൻഷനാണ്. നമുക്ക് പേടിയാണ് നാളത്തെക്കുറിച്ചും നാളെ കഴിഞ്ഞത്തെക്കുറിച്ചും. ഇനി എന്തൊക്കെ വരും, രോഗം വരുമോ, മരിച്ചു പോവുമോ, നാളത്തെ പൈസ എന്ത് ചെയ്യും, പണം എടുക്കാൻ പറ്റുമോ, പുറത്തു പോകാൻ പറ്റുമോ. നമുക്കിങ്ങനെ ഈ ടെൻഷൻ കാരണം നമ്മുടെ ജീവിതം ജീവിക്കാൻ പറ്റുന്നില്ല പലർക്കും. കുറച്ച് ശതമാനം ആൾക്കാരെ ജീവിതം ജീവിക്കുന്നുള്ളൂ കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ, ഒരു വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നതാണ്, ആരോഗ്യമുള്ള സമയത്ത് പണം ഉണ്ടാക്കാൻ വേണ്ടി ഓടും, എന്നിട്ട് ജീവിക്കാൻ മറന്നുപോകും. പിന്നെ രോഗമാവുമ്പം ഇത്രയും നാൾ സൂക്ഷിച്ച പണം മുഴുവൻ ആശുപത്രി കൊണ്ട് കൊടുത്തുകൊണ്ടേയിരിക്കും, അതിൻ്റെ ഇടയിൽ മരിച്ചും പോകും. ഏറ്റവും വലിയ മണ്ടന്മാരാണ് പല മനുഷ്യരും. ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമാന്മാർ നമ്മളാന്ന് പറഞ്ഞാലും ഏറ്റവും വലിയ മണ്ടന്മാർ നമ്മളാണ്. നല്ലൊരു കുറഞ്ഞ കാലേ ജീവിതമുള്ളൂ, അത് ശരിക്കും ജീവിക്കില്ല, സന്തോഷത്തോടെ ജീവിക്കില്ല. നമ്മളന്നേരം വ്യഗ്രത കൊണ്ട് ഇങ്ങനെ ജീവിച്ച് ജീവിക്കാൻ മറന്നു പോകും. ഒരുപാട് പേര് ജീവിക്കാതെ ജീവിച്ചു മരിച്ചുപോയി. നമ്മൾ ദൈവം ഈ ഭൂമി ജീവിതം തന്നിരിക്കുന്ന പൈസ ഉണ്ടാക്കാൻ മാത്രമല്ല, നല്ലൊരു ജീവിതം ജീവിച്ച് തീർക്കണം, അതിനു വേണ്ടി കൂടിയാ. അപ്പം അങ്ങനെ ജീവിക്കാൻ നമുക്ക് വേണ്ട അടിസ്ഥാന ബലം നമ്മളെടുക്കുന്ന ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ബലമാണ്. ഇതാ ഒരു നല്ല ദൈവിക വശം. എസ്ര ഒരു യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചു, മക്കൾക്ക് വേണ്ടി, സമ്പത്തിന് വേണ്ടി, ഭാവിക്ക് വേണ്ടി എല്ലാം. എന്നിട്ട് ബൈബിളിൽ എഴുതിയിരിക്കുന്ന വാക്കിങ്ങനെയാണ്, രാജാവിനോട് ചോദിച്ചാൽ ചിലപ്പോൾ കളിയാക്കും. നിങ്ങൾ ദൈവത്തിൻ്റെ വലിയ ആൾക്കാരല്ലേ എന്ന് രാജാവ് ചോദിക്കും. നിങ്ങൾക്ക് എന്തിനാ പട്ടാളക്കാരെന്ന് ചോദിക്കും. അതുകൊണ്ട് അവർ പട്ടാളക്കാരുടെ സഹായം തേടിയില്ല, രാജാവിനോട് സഹായം ചോദിച്ചില്ല. അവർ ഒറ്റ ഉപവാസവും പ്രാർത്ഥനയും മാത്രം. ആ പാരഗ്രാഫിൽ എഴുതിയിരിക്കുന്ന വാക്കിങ്ങനെയാണ്, 23-ാമത്തെ വാക്യം, അതിനാൽ ഞങ്ങൾ ഉപവസിച്ച് ദൈവത്തോട് യാചിച്ചു, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. അതിൽ നിന്ന് എന്നാ മനസ്സിലാക്കുന്നറിയോ? യാത്രയിൽ ഒരു പ്രതിസന്ധിയും ഒരപകടവും ഒരു നഷ്ടവും അവർക്കുണ്ടായില്ല. അവരെന്തു പ്രാർത്ഥിച്ചോ, അവരെന്ത് ഉപവസിച്ച് പ്രാർത്ഥിച്ചോ, അതേപടി ജീവിതത്തിൽ അവർ അനുഭവിച്ചു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞത് എൻ്റേതായ ഒരു വ്യാഖ്യാനമോ ഒന്നുമല്ല. മലയാളം അറിയുന്ന ആർക്കും വായിച്ചാൽ മനസ്സിലാകുന്ന വിധത്തിൽ വലിയ ബൈബിളിൽ 416-ാമത്തെ പേജിൽ എസ്രായുടെ പുസ്തകത്തിൽ 8-ാമത്തെ 21 മുതൽ 23-ാം വചനം വരെ വായിച്ചാൽ മതി. ഉപവാസത്തിൻ്റെയും നോമ്പിൻ്റെയും വില അറിയാൻ പറ്റും. നമ്മുടെ ജീവിതയാത്ര മനോഹരമാകാൻ നമുക്ക് അടിസ്ഥാനമായി വേണ്ടതാണ് നമ്മളെടുക്കുന്ന ഉപവാസവും നോമ്പും പ്രാർത്ഥനയും. ഹല്ലേലൂയ. ഇനി ഉപവാസവും നോമ്പും എടുത്താൽ ദൈവസന്നിധിയിൽ ഇതിന് വല്ല വിലയുണ്ടോ? അതറിയണമെങ്കിൽ ദാനിയേലിൻ്റെ പുസ്തകത്തിലേക്ക് വന്നാൽ മതി. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ 1-ാം അധ്യായം ദാനിയേലിൻ്റെ ഒരു നോമ്പാണ്. നോമ്പ്, പ്രിയപ്പെട്ടവരെ, നോമ്പെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ മേൽ ദൈവത്തിനൊരു പ്രത്യേക സ്നേഹവും പ്രത്യേക ഒരു കരുതലുമുണ്ട്. എനിക്ക് മനസ്സിലായൊരു കാര്യം ബൈബിളിൽ നിന്നാണ്. ദാനിയേൽ നോമ്പെടുത്ത ഒരാളാണ്, ദിവസേന പ്രാർത്ഥിച്ചിരുന്ന ഒരാളാണ്. ദാനിയേലിനൊരാപത്ത് വരാതിരിക്കാൻ ദൈവത്തിനൊരു പ്രത്യേക ശ്രദ്ധ ഉണ്ടായിരുന്നു എപ്പോഴും, വേറെ ആരേക്കാൾ കൂടുതൽ. ഇപ്പോൾ ഇവിടെ 500 പേരുണ്ടെന്നിരിക്കട്ടെ, ഇവിടെ ഇരിക്കുന്ന നോമ്പെടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരെക്കുറിച്ചും
അപ്പോൾ ദൈവത്തിനൊരു പ്രത്യേകത അവരോടുണ്ട്, അവരുടെ കുടുംബത്തോടുമുണ്ട്. അതൊരു പ്രത്യേകതയാണ്, ആ ഒരു ദൈവാനുഗ്രഹത്തിൻ്റെ വഴിയാണ്. ദാനിയേലിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ 6 മുതലുള്ള വാക്യങ്ങളിലാണ് ദാനിയേലിൻ്റെ ഉപവാസവും പ്രാർത്ഥനയും കാണുന്നത്. ഇത് നിങ്ങൾ ശ്രദ്ധയോടെ ഒന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളോടൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. പറഞ്ഞു കൊടുക്കുമ്പോൾ മക്കൾ ഇന്നത്തെ കാലത്ത് ജീവിച്ചിരിക്കുന്നവരാണ്. അവർക്ക് ഫോണും കമ്പ്യൂട്ടറും ലാപ്ടോപ്പും ഈ ലോകത്തിലെ എല്ലാ കാര്യവും അവർക്ക് നിങ്ങൾ പോലും പറഞ്ഞു കൊടുക്കാതെ അറിയുന്ന ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത്. നിങ്ങൾക്ക് പോലും നിങ്ങളുടെ മൊബൈൽ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടതെന്ന് ശരിക്കറിയത്തുണ്ടാവില്ല. പക്ഷെ നിങ്ങളുടെ 2-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിന് നിങ്ങളെക്കാൾ നന്നായിട്ട് മൊബൈൽ ഉപയോഗിക്കാനും നോക്കാനും അതിൻ്റെ കേട് വരെ നന്നാക്കാൻ വരെ അറിയാം. ഇപ്പോൾ നിരത്തിലിറങ്ങിയിരിക്കുന്ന ഏറ്റവും പുതിയ മോഡൽ കാറിൻ്റെ മൈലേജ് എത്രയാണെന്ന് നിങ്ങൾക്കറിയത്തില്ലെങ്കിലും നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ മതി, അവർ കൃത്യമായിട്ട് പറഞ്ഞു തരും. അതിന് 18 കിലോമീറ്റർ മൈലേജ് ഉണ്ട് മമ്മി, അതിൻ്റെ സൈഡ് ഗ്ലാസ്സിന് ഇന്ന പ്രത്യേകതയുണ്ട്, അതിൻ്റെ ഗിയറിന് ഇന്ന പ്രത്യേകതയുണ്ട്, അതിൻ്റെ വീല് ഇങ്ങനെയാണ് അങ്ങനെയാണ്, എല്ലാം പറഞ്ഞു തരും. നിങ്ങൾക്കൊന്നും അറിയത്തില്ല. ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാതെ തന്നെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം അറിയാം, നിങ്ങളെക്കാൾ കൂടുതലായിട്ട്. പക്ഷെ ഒരു കാര്യം അവർക്ക് ഒരുപാട് ഒന്നും അറിയത്തില്ല, അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ ഒട്ടുമേ അറിയത്തില്ല. ഇതിനകത്തെ ദൈവവചനങ്ങളാണ്. എല്ലാ കാര്യവും അറിയാം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് 5 വചനങ്ങൾ കാണാതെ അറിയാൻ പറ്റുമോ? നിങ്ങൾ ചോദിച്ചു നോക്കിയോ, അവർക്ക് അറിയത്തുണ്ടാവില്ല. വളരെ ചുരുങ്ങിയ ആൾക്കാർക്ക് മാത്രമേ അതറിയത്തുള്ളൂ. ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ ആ പ്രാർത്ഥിക്കാൻ വന്നയാളൊരു ബൈബിൾ ചോദിച്ചപ്പോൾ ആ അമ്മ മകനോട് പറഞ്ഞു, മോനെ ബൈബിൾ എടുത്തുകൊണ്ട് വാ. ബൈബിൾ അവിടെ ഇല്ലായിരുന്നു, മറ്റൊരു മുറിയിലായിരുന്നു ബൈബിൾ ഉണ്ടായിരുന്നത്. അവിടെ പല പുസ്തകങ്ങളും അവർക്കുണ്ടായിരുന്നു. ആ കുഞ്ഞ് അമ്മയോട് വന്ന് ചോദിക്കുകയാണ്, മമ്മി ഏതാ ബൈബിൾ? മണ്ടയ്ക്ക് കുരിശുള്ള പുസ്തകമാണോ അമ്മ ഉദ്ദേശിച്ച ബൈബിൾ എന്ന്? കുരിശുള്ള പുസ്തകമാണോ ബൈബിൾ എന്ന് ക്രിസ്ത്യാനിയായ ഒരു കുടുംബത്തിലെ ഒരു കൊച്ചു ചോദിക്കുവാണ് അമ്മയോട്. അമ്മ ഏതാ ബൈബിൾ? മുകളിൽ കുരിശിങ്ങനെ അടയാളമുള്ളതാണോ ബൈബിൾ? ബൈബിൾ ഉണ്ടെന്നറിയാം, അതിനകത്തെന്നാന്ന് പലർക്കും അറിയില്ല. ഞാൻ ഈ പറയുന്നത് നിങ്ങളിത് മനസ്സിലാകുമ്പോൾ ഞാൻ പറഞ്ഞതിനേക്കാൾ നന്നായിട്ട് എന്നെക്കാളും അറിവും ബുദ്ധിയുമുള്ളവരാണ് എന്നെ കേൾക്കുന്നത്. നിങ്ങളും ഇതൊന്ന് വായിച്ചിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് പറയണം, അയ്യോ നോമ്പെടുത്താൽ എൻ്റെ കൊച്ചിന് പഠിക്കാനുള്ള ബുദ്ധിശക്തി കുറഞ്ഞു പോവില്ലേ? നോമ്പെടുത്താൽ എൻ്റെ കൊച്ചിൻ്റെ സൗന്ദര്യം വാടിപ്പോവില്ലേ? ഇങ്ങനെയൊക്കെ കുറേ പേര് ചിന്തിച്ചുകൊണ്ടാണ് ഒരുപാട് പേരുടെ ജീവിതം തന്നെ വാടിപ്പോയത്. ഒത്തിരി മാതാപിതാക്കൾ ചിന്തിക്കുവാണ്, നോമ്പൊന്നും എടുക്കണ്ട, നോമ്പെടുത്താൽ കുഞ്ഞിൻ്റെ ശരീര വളർച്ച വാടിപ്പോകും, സൗന്ദര്യം വാടിപ്പോകും, കളറ് കുറഞ്ഞു പോകും, ഓർമ്മശക്തി കുറഞ്ഞു പോകും. എന്നിട്ട് അതുകൊണ്ടൊക്കെ എന്താ നമ്മൾ നേടിയത്? ഈ പ്രദേശത്ത് ഒരുപാട് പേർ നല്ല നോമ്പെടുക്കുന്നവരാണ്. എങ്കിലും ഞാൻ പറയുന്നു എന്ന് മാത്രം. ബൈബിളിൽ കാണുന്ന ദാനിയേൽ അന്നത്തെ കാലത്ത് നോമ്പെടുത്തിട്ട് നമ്മൾ കാണുവാണ് ദാനിയേലിൻ്റെ മേൽ ദൈവത്തിൻ്റെ ഒരു പ്രത്യേക കൃപാ കടാക്ഷം. നോമ്പെടുക്കുന്ന എല്ലാവരും അറിയണം, എന്നെ കാണുന്നൊരു ദൈവമുണ്ട്. ഞാൻ നോമ്പെടുക്കുന്നതും ചില ഭക്ഷണ പദാർത്ഥങ്ങളും ജീവിതത്തിലെ ചില മാറ്റങ്ങളും ഞാൻ വരുത്തിയത് കാണുന്നൊരു ദൈവമുണ്ട്. ഈ ഭൂമിയിൽ നമ്മൾ കാണുന്ന കുറേ പേരുടെ കണ്ണുകൾ മാത്രമല്ല കണ്ണുകൾ. ഞാൻ കണ്ടിട്ടുള്ളത് ഇത്രയും പേരുടെ കണ്ണുകളാണ്. ഞാൻ കാണാത്തതും എന്നാൽ എന്നെ കാണുന്നതുമായ വേറൊരു കണ്ണുണ്ട്. അത് ദൈവത്തിൻ്റെ കണ്ണാണ്. ആ കണ്ണുകൾ കൊണ്ട് നമ്മളെടുക്കുന്ന ഓരോ കാര്യങ്ങളും ദൈവം ശ്രദ്ധിക്കും, ദൈവം കാണും. അതിൻ്റെ കൃത്യമായ ഉദാഹരണമാണ് ദാനിയേലിൻ്റെ 1-ാം പുസ്തകത്തിലുള്ളത്.